കോളിഫ്ലവർ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. കോളിഫ്ലവർ എല്ലാം ഇതേപോലെ ചെറുതാക്കി മുറിച്ചെടുത്ത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഹാഫ് വേവ് വരാനേ പാടുള്ളൂ, ഒത്തിരി വെന്ത് പോകരുത്. അപ്പോൾ ഇതിനെ വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ മുക്കിയെടുക്കാനുള്ള മാവ് റെഡിയാക്കാം. അതിന് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ നൈസ് അരിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് ക്രഷ് ചെയ്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കോളിഫ്ലവറിൽ ഉപ്പിട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. അതിൽ ഈസ്റ്റും കൂടി ചേർക്കേണ്ടതുണ്ട്. ഈസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ ഇട്ടിട്ട് 2 മണിക്കൂറെങ്കിലും നിങ്ങൾ സെറ്റാവാൻ വെക്കണം. ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റിനെ ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് 2 മണിക്കൂറോ 1 മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഇത് സെറ്റ് ചെയ്ത് വെക്കണം. ഈസ്റ്റെല്ലാം ഇട്ടിട്ട് മാവിൻ്റെ കൂടെ ഈസ്റ്റെല്ലാം ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പരുവത്തിനാണ് മാവ് എടുക്കേണ്ടത്. പഴംപൊരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവാണിത്. ഇനി വേണമെങ്കിൽ ഒന്ന് മുക്കി നോക്കാം. ഇതിൻ്റെ മേലെ കോട്ടിംഗ് എല്ലാം പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരുവാണിതിന് കറക്റ്റായിട്ടുള്ളത്. ഇപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വറുത്തെടുക്കാം. ഇതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൂണ് വെച്ചിട്ട് തന്നെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. നല്ല പോലെ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം മാവിൽ ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ അതേപോലെ കോട്ടായിട്ട് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. മാവ് നല്ല പരുവത്തിന് പഴംപൊരിക്കൊക്കെ എടുക്കണ മാവിൻ്റെ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നല്ല പോലെ ഇതിൽ മുക്കിയിട്ട് എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. എണ്ണ ഒത്തിരി അങ്ങോട്ട് തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ റെഡി വന്നതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കെല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒത്തിരി അങ്ങോട്ട് ഇതിൻ്റെ മേലെ എണ്ണ ഒന്നും അങ്ങനെ പിടിക്കില്ല. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചു പോവും. വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്. ഈ കോളിഫ്ലവറിന് പകരം ബ്രൊക്കോളിയും ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു ഹാഫ് ആവുന്നവർക്കും വേവിച്ചെടുത്തിട്ട് വേണം അതേപോലെ വറുത്ത് കോരിയെടുക്കാനായിട്ട്. റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഈസ്റ്റിനെ ആദ്യം ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ഒത്തിരി സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. നൈസ് അരിപ്പൊടിയും ഇതൊക്കെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം.